വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടൈറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകളുണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. വചന വിചിന്തനം. പിശാച് ബാധിതയായ മകൾക്ക് വേണ്ടി യേശുവിൻ്റെ സഹായം തേടിയ ഒരു സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ പ്രാർത്ഥനയിൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാമെന്നുള്ള വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്ന സുവിശേഷ ഭാഗം തൻ്റെ നിരാശാജനകമായ സാഹചര്യം, സാംസ്കാരികവും സാമൂഹികവുമായ തടസ്സങ്ങൾ ഇവയൊന്നും കണക്കിലെടുക്കാതെ യേശുവിനെ തേടി വരുന്ന സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തോടെ തന്നെ വിളിക്കുന്ന എല്ലാവർക്കും സാഹചര്യങ്ങളോ പശ്ചാത്തലങ്ങളോ നോക്കാതെ സൗഖ്യം നൽകുന്ന ദൈവമാണ് യേശുക്രിസ്തു. തൻ്റെ മകളെ സുഖപ്പെടുത്താൻ യേശുവിൽ നിന്നുള്ള ഒരു ചെറിയ സ്പർശം മതിയാകും എന്ന വിശ്വാസത്തിലൂടെ അവൾ മേശക്കടിയിലെ കഷണങ്ങൾ തിന്നുന്ന നായ്ക്കളോളം എളിമപ്പെടുത്തുന്നു. ഈ എളിമയുടെ അവളുടെ വിശ്വാസമാണ് യേശുവിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ ഒരു പാഠമാണിത്. പ്രകടമായ തിരസ്കരണത്തിൻ്റെയും കാലതാമസങ്ങളുടെയും ഒക്കെ മുമ്പിൽ നാം പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണം. വിനയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തിൻ്റെ അധികാരത്തിന് മുന്നിൽ താഴ്മയോടെ ആയിരിക്കുകയും അപ്പോൾ ദൈവേഷ്ടം നമ്മിൽ പ്രകടമാകും.